എന്തു പറ്റി? അമ്മേ, രാജീവേട്ടന്റെ ഈശ്വര, രാജീവേട്ടന്റെ അസുഖമെല്ലാം മാറിയോ? അതോ ഇതുവരെ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുമായിരുന്നു? എന്താടി, നിനക്ക് വിശ്വാസമായില്ലേ? കുടിച്ചോ. വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം. കുടിക്കടി, ഇതൊക്കെ ചാവട്ടെ തന്നെ. യൂണിഫോം പോയ പോലീസുകാരൻ പല്ല് പോയ ഒരു പുലിയാണെന്ന് ഈ കട്ടിലേക്ക് കിടന്നപ്പോ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഒന്ന് കിടന്നുപോയാ സ്വന്തം ഭാര്യ പോലും തിരിഞ്ഞു നോക്കില്ല. നീ അത് തെളിയിച്ചു. അതുകൊണ്ടേ ഇനി ഞാൻ പല്ലിന് നല്ല മൂർച്ചയുള്ള പുലിയായിരിക്കും. നിന്നെയൊക്കെ കടിച്ചു കീർത്തി നിന്ന പുലി. ദൈവദോഷം പറയല്ലേ രാജീവേട്ട. ഞാനെപ്പോഴാ രാജീവേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? മിണ്ടിപ്പോരുത്. മിണ്ടാനും പറയാനും എഴുന്നേറ്റ് നടക്കാനും മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ബുദ്ധിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. നീ എന്നോട് കാണിച്ചതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചേച്ചി എന്താ ഫോൺ നോക്കി ഇവിടെ ഇരിക്കുന്നേ? അകത്തേക്ക് ചെല്ലേ. ഓ, എനിക്കിങ്ങ് വയ്യ അവിടെ പോയിരിക്കാൻ. അതിനകത്ത് മുഴുവൻ മരുന്നിന്റെ മണോ, എനിക്ക് ഛർദിക്കാൻ വരും. എന്താടി മിണ്ടാത്തെ? ഈശ്വര, രാജീവേട്ടന് അതെല്ലാം നല്ല ഓർമ്മയുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താടി? സോറി രാജീവേട്ട, ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. സോറി. ഇത് ഞാനിപ്പോ തുടച്ചു തരാം. അപ്പടി പൊടിയാ. ടൈമില്ല, വേഗം വേണം. എന്റെ ദൈവമേ, ഇനി പഴയതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കാലം എനിക്ക് എന്തൊക്കെ പണി തരുമോ എന്തോ. ഇനി ഇത് ഞാൻ വലിച്ചേറ്റിടണോ? വേണോന്ന്? വേണ്ട, ഞാൻ ഇട്ടുതരാം. ഇട്. ഇതത്ര വൃത്തിയായിട്ടില്ലല്ലോ. മതി മതി, തൽക്കാലം മതി. ഇനിയൊന്നും ഷൂസ് നീ പോളിഷ് ചെയ്യണം. നല്ല പളപളാന്ന് മിന്നി തിളങ്ങണം. മനസ്സിലായി? മനസ്സിലായി. യഥാർത്ഥ പോലീസുകാരൻ എന്താണെന്ന് നീ ഇനി അറിയാൻ പോണേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയല്ലേ? റെഡി കേട്ടാ. എന്നാ പിന്നെ എടുത്തു വെച്ചൂടെ? എടുത്തു വെച്ചു. അമ്മേ,
എന്താടി എന്തു പറ്റി? അമ്മേ, രാജീവേട്ടൻ്റെ അളിയോ, ഇതെന്ത് പറയുമ്പോ അളിനൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. കൊള്ളാളിയാ, ഈ യൂണിഫോമിൽ കയറിയപ്പോ ആ പഴയ ഐശ്വര്യം വന്നു. ഇത് വല്ലാത്തൊരു അത്ഭുതമായിരിക്കുന്നു. ഇങ്ങനൊരു മാറ്റം ഇത്രയും പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ കട്ടിലിൽ കിടന്ന മോൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തായാലും തിരിച്ച് ഈ അവസ്ഥയിൽ വന്നല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹം കൊണ്ടാ എനിക്ക് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയത്. അതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ശ്ശേ. അമ്മേ, എന്നെ അനുഗ്രഹിക്കണം. അമ്മയുടെ പ്രാർത്ഥന മോന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്താടി നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? നീയല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത്. ഇന്ന് റീജോയിൻ ചെയ്യുന്ന കാര്യം രാജീവ് നേരത്തെ പറഞ്ഞില്ലല്ലോ, അതാവും. ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പില് ആരോഗ്യത്തോടെ എണീറ്റ് വരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ടാ ഞാൻ ആരോടും ഇത് പറയാതിരുന്നത്. ഒഫീഷ്യൽ ലൈഫിൽ സത്യസന്ധമായിട്ട് മാത്രം മുന്നോട്ട് പോവുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി അങ്ങോട്ടുള്ള പോലീസ് ജീവിതം പഴയതുപോലെ ആയിരിക്കില്ലയ്യ. ന്യായവും നീതിയും മുൻനിർത്തിയല്ലാതെ ഇനി ഞാൻ ഒന്നും ചെയ്യില്ല. നല്ല കാര്യം. ഈ കുടുംബം എനിക്കെന്നെല്ലാം. നിങ്ങളെല്ലാമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. ഈ ലോകത്തിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല. എനിക്ക് ഈ സന്തോഷം നൽകിയതിന് അളിയനോടും സമൃദ്ധിയോടുള്ള നന്ദി എങ്ങനെ പറഞ്ഞു തീർക്കണമെന്ന് എനിക്കറിയില്ല. എന്റെ ഭാര്യ എന്നെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ അളിയനും സമൃദ്ധിയാണ് എന്നെ നോക്കിയത്. അളിയന് ഈ കുടുംബത്തിന് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തും ചെയ്യും. എന്റെ ജീവൻ വേണമെങ്കിൽ ഞാൻ തരും.